നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം. ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളായിട്ട് അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രസീൽ പ്രഖ്യാപിച്ചു, പോർച്ചുഗൽ പ്രഖ്യാപിച്ചു, ഫ്രാൻസ് പ്രഖ്യാപിച്ചു. അങ്ങനെ വമ്പന്മാർ ഓരോരുത്തരായിട്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് എന്ന് പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണല്ലോ ആരാധകർ. ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. എന്താണ് സ്കലോനിയുടെ പ്ലാൻ? നമുക്ക് ഏറെ ക്രെഡിബിളായിട്ട് എടുക്കാവുന്ന അർജൻറ്റൈൻ സോഴ്സാണ് ഗാസ്റ്റൻ എഡൂല്, TOC സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ്. അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അർജൻറ്റീന ദേശീയ ടീം ഓൾറെഡി 35 താരങ്ങളെ, അപ്രോക്സിമേറ്റ്ലി 35 താരങ്ങളെ ദേശീയ ടീം വേൾഡ് കപ്പിനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം യൂറോപ്യൻ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ട്. ഈ 35 പേരെ അല്ല വേൾഡ് കപ്പിനുണ്ടോ 26 പേരാണ്, പക്ഷേ ഓൾറെഡി 35 പേരെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി അർജൻറ്റീനയിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞാൽ 25-ാം തീയതിയോടുകൂടി എസൈസ പ്രോപ്പർട്ടിയിൽ, ബ്യൂണസ് അയേഴ്സിലെ അർജൻറ്റീനയുടെ ട്രെയിനിങ് ഫെസിലിറ്റി ആയിട്ടുള്ള എസൈസ പ്രോപ്പർട്ടിയിലേക്ക് താരങ്ങളെ എത്തിക്കാനാണ് അർജൻറ്റീന പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ക്യാമ്പ് ആരംഭിക്കും. അപ്പോൾ 35 പേരും കൂടി അങ്ങോട്ടേക്ക് എത്തില്ല. അതുകൊണ്ട് കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ ഓൾറെഡി രാജ്യത്തെത്തിയിട്ടുണ്ട്, അർജൻറ്റീനയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാലോ, സ്കലോനിയൊക്കെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് സ്പെയിനിലാണ്. അപ്പോൾ മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അർജൻറ്റീനയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ദി പ്ലാൻ ഈസ് ടു മേക്ക് ദി ഡിസിഷൻ ഓൺ ദി വേൾഡ് കപ്പ് ഫൈനൽ വേൾഡ് കപ്പ് റോസ്റ്റർ ദിസ് വീക്ക്. ഈ ആഴ്ച തന്നെ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൻ്റെ ഫൈനൽ റോസ്റ്റർ തയ്യാറാക്കും. 26 അംഗ സ്ക്വാഡ് തീരുമാനിക്കും. അപ്പോൾ 24-ാം തീയതിയോടുകൂടി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവും. ഈ ആഴ്ച തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 25-ാം തീയതിയോടുകൂടി താരങ്ങൾ എസൈസ പ്രോപ്പർട്ടിയിൽ എത്തുകയും അവരവിടെ ഗ്യാദർ ചെയ്യുകയൊക്കെ ചെയ്യും. അതിനുശേഷം മെയ് അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ജൂൺ ആദ്യ ദിവസം കാൻസസ് സിറ്റിയിലേക്ക്, അർജൻറ്റീനയുടെ വേൾഡ് കപ്പിൻ്റെ ബേസായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാൻസസ് സിറ്റിയാണ്, കാൻസസിലേക്ക് അവർ ട്രാവൽ ചെയ്യും. ഇതാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ പ്ലാന്. അതായത് ഈ ആഴ്ച, ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അർജൻറ്റീനയുടെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കാം. അത് ചിലപ്പോൾ ഇന്ന് തന്നെയുമാകാം. അതാണ് ലഭ്യമാകുന്ന വിവരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.